Hi dears, welcome to Ashbi Creations. This is rock cotton fabric. This is beautiful, simple design. This is two color threads. Now, this is yoke portion. Design. Yoke pattern. White color. അപ്പോൾ ഈ ഒരു മൂന്ന് രണ്ട് കളർ ത്രെഡും ഈ ഒരു പേളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെക്ക് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു ബോക്സ് പോലെയാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഒരു 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളൊരു ബോക്സ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബോക്സിൽ ഒരു ലൈൻ വരുന്ന ഭാഗത്തായിട്ടെല്ലാം റൗണ്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ചെയ്യാനാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണിത് കേട്ടോ, ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 പ്രാവശ്യം ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഒരു സൈഡിലേക്കാണ് കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പെറ്റലിൻ്റെയും മുകളിലായിട്ട് അടുത്ത പെറ്റൽ വരും. ഇതൊരു ബോട്ടിക് സ്റ്റൈലുള്ള റിംഗ് നോട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ റിംഗ് നോട്ടിനുള്ള ത്രെഡ് എടുത്തിരിക്കുന്നത് 8 സ്റ്റാൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പെറ്റലിൻ്റെ മുകളിലായിട്ട് അടുത്ത പെറ്റൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ് നോട്ട് ഫ്ലവർ നമുക്ക് ബഞ്ച് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ലൈൻ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തൂടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡില്ലേ, ആ ബാക്കി വരുന്ന ത്രെഡ് ഞാൻ ഇങ്ങനെയാണ് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് താഴെ നമുക്ക് കെട്ടൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് ആ ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് ലൈൻ ഭാഗം കാണാൻ പറ്റും. നമുക്ക് ഓരോ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ലൈൻ ഫുള്ളും നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 1 സ്റ്റാൻഡിൽ ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 സ്റ്റാൻഡ്സിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ത്രെഡ് എടുക്കുക. ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ചെയിൻ സ്റ്റിച്ച് വന്ന ഭാഗത്തായിട്ട് എല്ലാം ലീഫ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ലേസി സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലേസി സ്റ്റിച്ച് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട്, അതായത് ഒരു 8 സ്റ്റാൻഡ്സിൽ നമുക്ക് ത്രെഡ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ലൈനിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 2 ലീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. 2 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അടുത്ത ലൈനിലും സെയിം ഇതുപോലെ 4 ഫ്ലവേഴ്സ് വരുന്ന വിധത്തിൽ നമുക്ക് അടുത്ത ലൈനിലും നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു പേളില്ലേ, ആ ഒരു പേള് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഫിക്സ് ചെയ്തൊന്ന് ലോക്കിട്ട് കൊടുക്കണം. ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് കട്ടിങ് വന്നിട്ട് പോട്ട്ലി ബട്ടൺസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ വേറെ വർക്കൊന്നും നമ്മൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പേൾസൊക്കെ വെച്ച് കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.